ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI നമ്മുടെ സെന്റൻസസ് തിരുത്തിയും ഇമെയിൽസും കത്തുകളും ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയും കോഡിംഗ് ഒക്കെ ചെയ്തും ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രകൃതിയിൽ ഇതുവരെ നിലവിലില്ലാത്ത തികച്ചും പുതിയ 16 വൈറസുകളെ AI സ്വന്തമായിട്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പ്രശസ്ത ശാസ്ത്രമാസികയായ സയൻസിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ പഠനം ലോകമെമ്പാടുമുള്ള സയന്റിസ്റ്റുകളെയും ഇന്റലിജൻസ് ഏജൻസികളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെയും ആർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ഗവേഷകർ ചേർന്ന് വികസിപ്പിച്ചെടുത്ത അഡ്വാൻസ്ഡ് AI മോഡലാണ് ഇത്തരത്തിൽ 16 പുതിയ ജീവനുള്ള വൈറസ് ജീനോമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വശത്ത് സൂപ്പർ ബഗുകൾക്കെതിരെയുള്ള മെഡിക്കൽ വിപ്ലവമാണിത് എന്ന് പറയുമ്പോൾ മറുവശത്ത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള അപകടകരമായ ബയോ വെപ്പണുകൾ ഉണ്ടാക്കാൻ ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുമോ എന്ന ഒരു കടുത്ത ഭീതിയുണ്ട് ലോകത്തിന്. ഈ ഗവേഷണത്തിന്റെ പിന്നിലെ എല്ലാ സത്യങ്ങളും മെഡിക്കൽ സാധ്യതകളും ഭയക്കേണ്ട സെക്യൂരിറ്റി ഭീഷണികളും നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ പരീക്ഷണം എങ്ങനെയാണ് നടന്നത് എന്ന് നോക്കാം. ChatGPT, അതായത് നമ്മൾ ChatGPT ഒരു വാക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത വാക്ക് എന്തായിരിക്കണമെന്ന് AI പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെ ജീവന്റെ അടിസ്ഥാന രൂപമായ DNA കോഡുകൾ മനസ്സിലാക്കാൻ EVO1, EVO2 എന്ന് പേരിട്ട അതിശക്തമായ AI മോഡലുകളെയാണ് ഗവേഷകർ ഉപയോഗിച്ചത്. ഇനി 9 ട്രില്യൺ DNA ബിൽഡിംഗ് ബ്ലോക്കുകൾ, അതായത് കോടിക്കണക്കിന് സസ്യങ്ങൾ, മൃഗങ്ങൾ, ബാക്ടീരിയകൾ, മറ്റ് വൈറസുകൾ എന്നിവയിൽ നിന്നുള്ള ഏകദേശം 9 ട്രില്യൺ ന്യൂക്ലിയോടൈഡ്സ് ആണ് ഈ AIയെ പഠിപ്പിക്കാൻ ഉപയോഗിച്ചത്. ഇതിലൂടെ ബയോളജിക്കൽ ജീനുകൾ എങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ക്രമീകരിക്കുമെന്ന് AI പഠിച്ചെടുത്തു. സ്ക്രാച്ചിൽ നിന്ന് ജനിച്ച പുതിയ DNA, അതായത് നിലവിലുള്ള ഒരു വൈറസിനെ വെറുതെ എഡിറ്റ് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ അല്ല AI ചെയ്തത്. പകരം സ്വന്തമായിട്ട് യോജിക്കുന്ന പുതിയ ജീൻ സീക്വൻസുകൾ സ്ക്രാച്ചിൽ നിന്ന് തന്നെ AI നിർമ്മിച്ചെടുത്തു. ഇനി ഇതിന്റെ ലാബ് പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ, ഒന്ന് ടെംപ്ലേറ്റ് ആക്കിയ PHIX174 വൈറസ്. പ്രകൃതിയിൽ ഈകോലി ബാക്ടീരിയകളെ ആക്രമിക്കുന്ന വളരെ ചെറിയതും 100-ലധികം വർഷമായിട്ട് ശാസ്ത്രജ്ഞർ പഠിക്കുന്നതുമായ PHIX174 എന്ന ബാക്ടീരിയോഫേജ് വൈറസിനെയാണ് ഗവേഷകർ മാതൃകയാക്കിയത്. 7 ലക്ഷം ഡിസൈനുകൾ ഉപയോഗിച്ചു. AI ആദ്യം 7 ലക്ഷം സാധ്യതാ ബ്ലൂ പ്രിന്റുകൾ ഉണ്ടാക്കി നൽകി. ശാസ്ത്രജ്ഞർ അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ ഏകദേശം 300 എണ്ണം തിരഞ്ഞെടുത്തു. അവയെ കെമിക്കൽ രീതിയിൽ DNA ആയി ലാബിൽ സിന്തസൈസ് ചെയ്തെടുത്തു. ഇനി സജീവമായ, അതായത് ആക്റ്റീവായിട്ടുള്ള 16 വൈറസുകളാണ്. ഈ 300 സാമ്പിളുകൾ ഈകോലൈ ബാക്ടീരിയയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അതിൽ 16 എണ്ണം ജീവനുള്ള യഥാർത്ഥ വൈറസുകളായിട്ട് മാറി. അവ ബാക്ടീരിയകളെ ആക്രമിക്കുകയും സ്വന്തമായിട്ട് പെരുകുകയും ചെയ്തു. പ്രകൃതിയെ വെല്ലുന്നൊരു പരിണാമമായിരുന്നു ശരിക്കും. ഈ 16 വൈറസുകളിലും പലതിൻ്റെയും ജീൻ ക്രമീകരണം സ്വഭാവവുമായി പ്രകൃതിയിൽ പരിണമിച്ചു വരണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുമായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇത്രയും കേൾക്കുമ്പോൾ ഭയം തോന്നാമെങ്കിലും ഇതിന് മനുഷ്യരാശിയെ രക്ഷിക്കാൻ പോകുന്ന വലിയൊരു പോസിറ്റീവ് വശം കൂടിയുണ്ട്. ഒന്ന്, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെതിരെയുള്ള ആയുധമാണിത്. നിലവിലുള്ള ശക്തമായ ആന്റിബയോട്ടിക് മരുന്നുകളെ പോലും അതിജീവിക്കുന്ന ബാക്ടീരിയകൾ അഥവാ സൂപ്പർ ബഗുകൾ ഇന്ന് മെഡിക്കൽ ലോകത്തിന് വലിയ ഭീഷണിയാണ്. ഈ പരീക്ഷണത്തിൽ സാധാരണ ബാക്ടീരിയോഫേജുകളെ പ്രതിരോധിക്കാൻ ശേഷി നേടിയ ഈകോലൈ ബാക്ടീരിയകളെ പോലും AI നിർമ്മിച്ച ഈ പുതിയ വൈറസ് കോക്ടെയിൽ വിജയകരമായിട്ട് നശിപ്പിച്ചു. അടുത്തത് വ്യക്തിഗത മരുന്നുകൾ, അതായത് ഭാവിയിൽ മരുന്നുകൾക്ക് വഴങ്ങാത്ത മാരകമായ ബാക്ടീരിയ രോഗങ്ങൾ വരുമ്പോൾ അവയെ മാത്രം ലക്ഷ്യമിട്ട് നശിപ്പിക്കുന്ന സുരക്ഷിതമായ വൈറസുകളെ മിനിറ്റുകൾക്കുള്ളിൽ ഡിസൈൻ ചെയ്യാൻ ഈ ഒരു AI വഴി സാധിച്ചേക്കാം. പക്ഷെ പ്രശസ്തമായ ജോൺസ് ഹോപ്കിൻസ് സെന്റർ ഫോർ ഹെൽത്ത് സെക്യൂരിറ്റിയിലെ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സയൻസ് ജേർണലിലൂടെ വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മനുഷ്യരെ ആക്രമിക്കുന്ന വൈറസുകൾ ഉണ്ടാക്കാനാകുമോ എന്നുള്ള ഒരു കാര്യമാണ്. നിലവിൽ ഈ പരീക്ഷണത്തിന് ഉപയോഗിച്ചത് ബാക്ടീരിയകളെ മാത്രം ആക്രമിക്കുന്ന ബാക്ടീരിയോഫേജുകളെയാണ്. ഇവ മനുഷ്യരെയോ മൃഗങ്ങളെയോ സസ്യങ്ങളെയോ ബാധിക്കില്ല. പരീക്ഷണത്തിൽ മനുഷ്യരെ ബാധിക്കുന്ന ഡേറ്റയൊന്നും AIക്ക് നൽകിയിട്ടുമില്ല. നിയന്ത്രണമില്ലാത്ത സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള സംശയമുണ്ട്. അതായത് ഇതേ സാങ്കേതിക വിദ്യ തെറ്റായ കൈകളിൽ എത്തുകയോ അഥവാ മനുഷ്യരെയോ മൃഗങ്ങളെയോ ബാധിക്കുന്ന മാരക വൈറസുകളുടെ ഡേറ്റ ഉപയോഗിച്ച് AIയെ ട്രെയിൻ ചെയ്യുകയോ ചെയ്താൽ നിലവിലുള്ള ഒരു മെഡിക്കൽ സംവിധാനത്തിനും തടയാൻ കഴിയാത്ത പുതിയ സൂപ്പർ വൈറസുകൾ സൃഷ്ടിക്കപ്പെടാം. ഇനി നിയമങ്ങളുടെ അഭാവം കൂടി നോക്കണം. AI വഴി വൈറസ് ജീനോമുകൾ സൃഷ്ടിക്കാനുള്ള ശേഷി ഇന്ന് നമ്മുടെ പക്കലുണ്ട്. എന്നാൽ അതിനെ സുരക്ഷിതമായിട്ട് നിയന്ത്രിക്കാനുള്ള കൃത്യമായ ഗവർണൻസ് അഥവാ നിയമങ്ങൾ ലോകത്ത് നിലവിലില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ശരിക്കും AI സാങ്കേതിക വിദ്യ ജീവശാസ്ത്രത്തിന്റെ അതിരുകൾ പൊളിച്ചെഴുതുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ആന്റിബയോട്ടിക്കുകൾ തോൽക്കുന്നിടത്ത് ആശ്വാസമാകാൻ ഈ പുതിയ AI വൈറസുകൾക്ക് സാധിച്ചേക്കാം. എന്നാൽ ഇതിന്റെ ദുരുപയോഗം തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ അടിയന്തരമായിട്ട് വരണം. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.